ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റിവിഷൻ സീരീസിൽ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 81, 2, 7, 12, 17 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ചെയ്തു നോക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ? ഇതിൻ്റെ അകത്ത് അടുത്ത സംഖ്യ ഏതാണെന്ന് ക്വസ്റ്റ്യൻ. 7 - 2 5. 12 - 7 5. 17 - 12 5. അപ്പം 5 5 ഇതിൻ്റെ വ്യത്യാസം. തമ്മിലുള്ള വ്യത്യാസം 5. അപ്പം എന്തുമായിരിക്കും? ഇവിടെയും 5 ആൻസർ 22. 17 + 5 എത്രയാണ്? 22. അപ്പോൾ 22 ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി. 82. ഒരാൾ നേരെ കിഴക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വടക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ആദ്യം നിന്ന സ്ഥലത്തു നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പോൾ സ്ഥിരം ചോദ്യമാണ്, ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ദിക്കടയാളപ്പെടുത്താം. ഇനി എന്തോ പറയുന്നത്? കിഴക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. കിഴക്കോട്ട് 3 കിലോമീറ്റർ. പിന്നീട് വടക്കോട്ട് 4 കിലോമീറ്റർ. ആദ്യം നിന്ന സ്ഥലത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ ആദ്യം നിന്ന സ്ഥലം ഇത്, ഈ അകലമാണ് ചോദിച്ചേക്കുന്നത്. കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? √ പാദം സ്ക്വയർ + ലംബം സ്ക്വയർ. 3ന്റെ സ്ക്വയർ + 4ന്റെ സ്ക്വയർ. റൂട്ട് 9 + 16 എത്ര കിട്ടും? 9 + 16 √25 എന്ന് കിട്ടും. √25 5. 5 കിലോമീറ്റർ ആണ് ദൂരം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത കണക്ക് 83. ഒരു സംഖ്യയുടെ 3 മടങ്ങ് ആ സംഖ്യയേക്കാൾ 24 കൂടുതൽ ആയാൽ സംഖ്യ ഏത്? ചെയ്തു നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങ്, ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 മടങ്ങ് ആ സംഖ്യയേക്കാൾ 24 കൂടുതലാണ്. സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 3x എന്ന് എഴുതാം അല്ലേ? ഒരു സംഖ്യ എക്സ്, അതിൻ്റെ 3 മടങ്ങ് 3x. അതിൻ്റെ കൂടെ 3 ഗുണിക്കുക. അതാണല്ലോ 3 മടങ്ങ് എന്ന് പറയുന്നത്. 3 മടങ്ങ് എന്ന് പറയുന്നത് സംഖ്യ എക്സിനേക്കാൾ 24 കൂടുതലാണ് അല്ലേ ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യയേക്കാൾ 24 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 3x = x + 24. എക്സിന് ഇപ്പുറത്തോട്ട് പോകുന്നു. അപ്പോൾ എത്ര കിട്ടും? 3x - x. 3x - x എത്ര കിട്ടും? എക്സിനെ ഇവിടോട്ട് കൊണ്ടുവരുന്നു. കൊണ്ടുവരുമ്പോൾ ചിഹ്നം മൈനസ് ആകുന്നു. 3x - x = 24. 2x എന്ന് പറയുന്നത് 24. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ÷ 2 12. അപ്പോൾ സംഖ്യ 12. ആൻസർ ഓപ്ഷൻ എ ആണ്. 84. ഒരു ഗ്രൂപ്പിൽ 5 പേരുണ്ട്. അവർ കളി തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നു എങ്കിൽ ആകെ ഹസ്തദാനങ്ങളുടെ എണ്ണം. അപ്പം ചെയ്തു നോക്കാം. അപ്പം ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? n × n - 1 / 2. n × n - 1 / 2. ഈ ഇക്വേഷൻ വെച്ചാണ്
ഹസ്തദാനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത് ഈ ക്വസ്റ്റ്യനകത്ത്? 5 പേര് ഉണ്ടെന്നാണ് പറഞ്ഞത്. 5 പേർ തമ്മിലുള്ള ഹസ്തദാനങ്ങളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. n എന്ന് പറയുന്നതാണ് 5 എന്ന് പറയുന്നത്. ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലേ? 5 ഇൻറ്റു 5 മൈനസ് 1 ഡിവൈഡ് ബൈ 2. 5 മൈനസ് 1 4. 5 ഗുണം 4 ഡിവൈഡ് ബൈ 2. 5 ഗുണം 2 10. ആൻസർ 10. ആൻസർ ഓപ്ഷൻ സി ആണ്. 85. ഒരു ജോലി ചെയ്തു തീർക്കുന്നതിന് 10 ആളുകൾക്ക് 8 ദിവസം വേണം എങ്കിൽ 16 ആളുകൾ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? ചെയ്തു നോക്കാം. അപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിന് 10 ആളുകൾക്ക് എത്ര ദിവസം വേണമെന്നാണ് പറയുന്നത്? 8 ദിവസം. അങ്ങനെയാണെങ്കിൽ 16 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പിടിക്കേണ്ട സംഗതിയുടെ മുകളിൽ കിടക്കുന്നത് 8 അല്ലേ? 8 ഇവിടെ എഴുതുക, ഗുണനം കൊടുക്കുക. 10 ആളുകൾ 8 ദിവസം കൊണ്ട് ചെയ്യുന്നു. 16 ആളാവുമ്പോൾ 8 ദിവസം എടുക്കുമോ? ഇല്ല, അതിൽ കുറച്ച് ദിവസമാണ് എടുക്കേണ്ടത്. അപ്പം അംശമായിട്ട് 10 എഴുതുക, ഛേദം 16 എഴുതുക. അപ്പോൾ ഈ സംഖ്യയെക്കാളും കൂടുതലാണ് ഇവിടെ ഈ എക്സ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചെഴുതുക. ഏതാണ് മുകളിൽ? അതായത് അംശമായിട്ട് വലിയ സംഖ്യ കൊടുക്കുക, ഛേദം ചെറിയ സംഖ്യ കൊടുക്കുക. അപ്പോൾ ഇത് 8നേക്കാളും കുറഞ്ഞ സംഖ്യയായിരിക്കും ആൻസർ വരുന്നത്. 16 പേരാകുമ്പോൾ 8 ദിവസം ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ചെയ്തു നോക്കാം. 2 5 5 ദിവസം, 5 ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? M1 ആളുകൾ D1 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ M2 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇക്വേഷൻ M1 ഇൻറ്റു D1 ഡിവൈഡഡ് ബൈ M2. ഈ ഇക്വേഷൻ വെച്ചും ചെയ്യാം. അതാണ് ചെയ്യുന്ന ഇക്വേഷൻ. അതായത് M1 ആളുകൾ D1 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ M2 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ ആൻസർ 5 ദിവസം. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 86. ഒരു മാസത്തിൻ്റെ 13-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിൻ്റെ 1-ാം തീയതി ഏതാഴ്ചയായിരിക്കും? അപ്പോൾ ചെയ്തു നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മാസത്തിൻ്റെ 13-ാം തീയതി എന്ന് പറയുന്നത് എന്താണ്? വെള്ളിയാഴ്ചയാണ്. വെള്ളിയാണ്. അങ്ങനെയാണെങ്കിൽ 6-ാം തീയതിയും വെള്ളിയാണല്ലോ. 13 - 7 ഒരാഴ്ച പുറകോട്ട് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6-ാം തീയതി വെള്ളിയാണ്. 6 വെള്ളിയാണ്. പിന്നെ ഒരാഴ്ച അങ്ങോട്ട് കുറച്ചാൽ 30-ാം തീയതി വെള്ളിയാണ് അല്ലേ? 30-ാം തീയതി വെള്ളിയാണ്. 31 ശനി, 1 ഞായർ. അപ്പോൾ ഏതാണ്? ഞായറാഴ്ച. ആൻസർ ഓപ്ഷൻ ഡി, ഞായർ. 87. 120 രൂപ 1:2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഏറ്റവും ചെറിയ ഭാഗത്തേക്കാൾ എത്ര കൂടുതലായിരിക്കും ഏറ്റവും വലിയ ഭാഗം? അപ്പം ചെയ്തു നോക്കാം. എന്താ പറയുന്നത്? 120 രൂപയാണ്. എങ്ങനെയാണ് അംശബന്ധം അതിൻ്റെ ഭാഗിച്ചിരിക്കുന്നത്? 1:2:3 എന്ന അംശബന്ധത്തിലാണ് 120 രൂപ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഇതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും ഏറ്റവും വലിയ ഭാഗം? അതായത് ഏറ്റവും ചെറിയ ഭാഗവും ഏറ്റവും വലിയ ഭാഗവും കണ്ടുപിടിച്ച് കുറയ്ക്കുക. എത്രയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഏറ്റവും ചെറിയ ഭാഗം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ചെറിയ ഭാഗം ഇത് 3 ഇല്ലേ? ഈ അംശബന്ധങ്ങൾ 3 കൂടെ കൂട്ടുക. എത്ര കിട്ടും? 6 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 6 കിട്ടും. 120 രൂപയാണ് ഉള്ളത്. അതിൻ്റെ
ഒരു ഭാഗം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120 ഗുണം ഇത് ഈ 3 അംശബന്ധങ്ങൾ 3 കൂട്ടുന്നത് ഛേദമായിട്ട് എടുക്കുക 6. അത് പിന്നെ 1 അംശമായിട്ടും എടുക്കുക. അപ്പോൾ 120 ഗുണം 6 കിട്ടി. അതായത് 120ൻ്റെ ഒരു ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ്? 6 2 20. അപ്പോൾ എത്ര കിട്ടും? 20 കിട്ടി. ഇനി ഏറ്റവും വലിയ ഭാഗം ഇതല്ല അല്ലേ? അപ്പോൾ വലിയ ഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം? 120 ഗുണം ഇത് 3 കൂടെ കൂട്ടുന്നത് 6. വലിയ ഭാഗം 3 20 60 കിട്ടി. അപ്പോൾ 20ഉം 60ഉം കിട്ടി. അപ്പോൾ വലിയ ഭാഗം 60ഉം ചെറിയ ഭാഗം 20ഉം. ഇനി അതിൻ്റെ വ്യത്യാസമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എത്ര കൂടുതലായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. 60 മൈനസ് 20 40. ആൻസർ 40. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 88. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? n² ആണ്. അപ്പോൾ ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 25ൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. 625. ആൻസർ ഓപ്ഷൻ സി 625. അടുത്ത കണക്ക് 89. ഒരാളുടെ ശമ്പളം 10% വർദ്ധിച്ചതിന് ശേഷം 10% കുറഞ്ഞു. ഇപ്പോൾ അയാളുടെ ശമ്പളത്തിൽ ആദ്യ ശമ്പളത്തിൽ നിന്നും എത്ര വ്യത്യാസമാണ് ഉള്ളത്? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരാളുടെ ശമ്പളം 10% കൂടി അല്ലേ? പിന്നീട് എന്ത് പറ്റി? 10% കുറഞ്ഞു. 10% ആദ്യം കൂടി പിന്നെ കുറഞ്ഞു. അപ്പോൾ ഇപ്പോഴ് അയാളുടെ ശമ്പളത്തിൽ ആദ്യ ശമ്പളത്തിൽ നിന്ന് എത്ര വ്യത്യാസമാണ് ഉള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 10% കൂടി എന്ന് പറഞ്ഞാൽ 110 ഗുണം 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 10% കുറയ്ക്കണം. അപ്പോൾ 90 കിട്ടും. ഡിവൈഡ് ബൈ 100. ഇത്രയും ചെയ്താൽ മതി. 2 0 പോയി. 11 ഗുണം 9 99. എത്ര ശതമാനമാണ്? 100 മൈനസ് 99 1%. അപ്പോൾ ആൻസർ 1%. 99 ആകുമ്പോൾ കുറവല്ലേ? 101 ആയിരുന്നെങ്കിൽ കൂടുതൽ. അപ്പോൾ 99 കുറവാണ്. അപ്പോൾ 1% കുറവ്. ആൻസർ ഓപ്ഷൻ സി. സി ആണ് ആൻസർ വരുന്നത്. 1% കുറവ്. 90. 3 സംഖ്യകളുടെ ശരാശരി 32 ആണ്. അവയിൽ 2 സംഖ്യകൾ 28, 36 എന്നിവയായാൽ മൂന്നാമത്തെ സംഖ്യ ഏത്? അപ്പോൾ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ 2 സംഖ്യയുടെ നടുക്കുള്ള സംഖ്യയായിരിക്കും തന്നിരിക്കുന്നത്. അതായത് ഇവിടെ 28, 36 എന്ന് പറഞ്ഞ് 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കായിരിക്കും 32 വരുന്നതായിരിക്കും ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മൂന്നാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ ഓപ്ഷൻ ബി. 91. ഒരു കെട്ടിടത്തിൽ 2 മണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ ഒരെണ്ണം ഓരോ 24 മിനിറ്റിലും മറ്റേത് ഓരോ 36 മിനിറ്റിലും മുഴങ്ങും. 9 മണിക്ക് 2 മണികളും ഒരുമിച്ച് മുഴങ്ങി. അടുത്ത പ്രാവശ്യം എപ്പോഴാണ് ഇവ ഒരുമിച്ച് മുഴങ്ങുക? അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ കെട്ടിടത്തിൻ്റെ സ്ഥാപിച്ചിരിക്കുന്ന മണികൾ 2 മണികളുണ്ട്. അവയിൽ ഒരെണ്ണം 24 മിനിറ്റിലും മറ്റേത് 36 മിനിറ്റിലുമാണ് മുഴങ്ങുന്നത്. അങ്ങനെ 9 മണിക്ക് ഇവ ഒരുമിച്ച് മുഴങ്ങി. ഇനി എപ്പോഴാണ് ഇവ ഒരുമിച്ച് മുഴങ്ങുക? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം ഇതിൻ്റെ LCM എടുക്കുക. അപ്പോൾ 24ൻ്റെയും 36ൻ്റെയും LCM എടുക്കുക. 2 12 18 2 6 9 3 2 3 അല്ലേ? ഇനി ഇതെല്ലാം കൂടെ ഗുണിക്കുക. 2 ഗുണം 2 ഗുണം 3 ഗുണം 2 ഗുണം 3
എത്ര കിട്ടും അന്നേരം 72 കിട്ടും. 72, അതായത് 72 മിനിറ്റിലാണ് ഇനി അവ രണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത്. അപ്പോൾ 9 മണിക്കാണ് ഒരുമിച്ച് മുഴങ്ങിയത്. ഇനി 72 മിനിറ്റ് കഴിയുമ്പോൾ ഒരുമിച്ച് മുഴങ്ങും. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് അല്ലേ? 9 + 1 മണിക്കൂർ 60 മിനിറ്റ് 10 മണി. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 12 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 10 മണി 12 മിനിറ്റ്. ഇനി അടുത്ത 2 മണികൾ ഒരുമിച്ച് മുഴങ്ങുന്ന സമയം എന്ന് പറയുന്നത് 10 മണി 12 മിനിറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 10 മണി 12 മിനിറ്റ്. അടുത്ത കണക്ക് നോക്കാം. 92. ഒരു പെട്ടിയുടെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങും ഉയരം 4 മടങ്ങും വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ വ്യാപ്തം ആദ്യത്തേതിൻ്റെ എത്ര മടങ്ങാകും? അത് ചെയ്തു നോക്കാം. അപ്പം പെട്ടിയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? LBH ആണ്. അതായത് നീളം ഗുണം വീതി ഗുണം ഉയരം. നീളം ഗുണം വീതി ഗുണം ഉയരമാണ് വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒരു പെട്ടിയുടെ. അപ്പം പറഞ്ഞേക്കുന്ന വ്യാപ്തം നീളം 3 മടങ്ങ്, വീതി 2 മടങ്ങ്, ഉയരം 4 മടങ്ങുമാണ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ LBHനകത്ത് ഈ വില ഇട്ട് കൊടുത്താൽ മതി. അതായത് 3L ഗുണം 2B ഗുണം 4H. അപ്പോൾ 3 ഗുണം 2 ഗുണം 4 24 LBH. ഇപ്പോൾ 24 മടങ്ങായിട്ടാണ് വർദ്ധിക്കുന്നത്. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത കണക്ക് 93. ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കും എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങണം? ചെയ്തു നോക്കാം. അപ്പം എന്താ പറയുന്നത്? 10 പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര മീറ്ററാണ് പോകുന്നതെന്ന് പറഞ്ഞത്? 32 മീറ്ററാണ് പോകുന്നത്. 32 മീറ്ററാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാണ്? 4000 മീറ്ററാണ്. 4 കിലോമീറ്റർ എന്ന് പറയുന്നത് 4000 മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ പോകുന്നു. അങ്ങനെയാണെങ്കിൽ 4000 മീറ്റർ പോകാൻ എത്ര പ്രാവശ്യം കറങ്ങണം? പറയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്നും ചെയ്യുന്ന പോലെ എക്സിന് മുകളിൽ കിടക്കുന്നത് കണ്ടുപിടിക്കേണ്ട സംഖ്യയുടെ മുകളിലുള്ളത് എഴുതുക, ഗുണിക്കുക. 4000 ആകുമ്പോൾ എക്സ് എന്ന് പറയുന്ന വലിയ വിലയായിരിക്കും. അപ്പോൾ 4000 അംശമായിട്ട് എഴുതുക. 32 ഛേദം 4 8 1000 2 കൊണ്ട് 4 5 വീണ്ടും 2 കൊണ്ട് 500 2 കൊണ്ട് 250 അല്ലേ? 250 ഗുണം 5 1250. ആൻസർ 1250. ആൻസർ ഓപ്ഷൻ ഡി. ഒരൊച്ച് 20 അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിൽ കയറുന്നു. പകൽ 5 അടി കയറുകയും രാത്രി 4 അടി ഇറങ്ങുകയും ചെയ്യും. ഒച്ച് പോസ്റ്റിൻ്റെ മുകളിലെത്താൻ എത്ര ദിവസം എടുക്കും? ചെയ്തു നോക്കാം. ഒരു പോസ്റ്റ് 20 അടിയാണ് അതിൻ്റെ ഉയരം. അപ്പോൾ പകൽ ഈ ഒച്ച് 5 അടി കയറും, ഇവിടം വരെ കയറുന്നു എന്ന് വെച്ച്. രാത്രിയാകുമ്പം താഴോട്ടിറങ്ങി 4 അടി അങ്ങ് പോകും.
പകൽ 5 അടി കയറും, രാത്രി 4 അടി ഇറങ്ങും. അപ്പോൾ ഒരു ദിവസം എത്ര അടി കയറും? ഒരു ദിവസം ഒരടിയാണ് കയറുന്നത്. ഒരു ദിവസം ഒരടി കയറും. അങ്ങനെയാണെങ്കിൽ 15 ദിവസം എത്ര അടി കയറും? 15 അടി കയറും. അപ്പോൾ 16ാമത്തെ ദിവസം പകല് 5 അടിയാണ് കയറുന്നത്. പകല് 15 അധികം 5 60 അടി, അല്ല 20 അടി കയറും. 16ാമത്തെ ദിവസം പകല് 20 അടി കയറും. രാത്രിയാകുമ്പോൾ താഴോട്ട് ഇറങ്ങും, പകലാവുമ്പം 20 അടി കയറും. അപ്പോൾ പോസ്റ്റിൻ്റെ മുകളിലെത്തും. 16ാമത്തെ പകലാവുമ്പം പോസ്റ്റിൻ്റെ മുകളിലെത്തും. അതായത് 16ാമത്തെ ദിവസം പകല്. അപ്പോൾ ആൻസർ 16ാമത്തെ ദിവസം ഒരു പകല്. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. 95 25 - 1 ഗുണം 25 - 2 ഗുണം 25 - 3 ഗുണം 25 - 50 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കും, 25 - 1 2 3 4 അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ എവിടെയെങ്കിലും വന്ന് 25 - 25 എന്ന് വരുമല്ലോ അല്ലേ? 1 2 3 എന്ന് പറഞ്ഞ് പോവുമല്ലേ? 25 - 25 എന്നും പറഞ്ഞ് ഒരു സ്ഥലത്ത് വരും. അപ്പോൾ എത്രയാണ് വരുന്നത്? അതിൻ്റെ വില 0 0. അപ്പോൾ 0 ഗുണം ഈ ഏത് സംഖ്യ 25 ഗുണം 1 24 ഏത് സംഖ്യ ആയാലും എന്ത് വരും? 0 തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ 1 2 3 എന്ന് പോകുമ്പോൾ 25ാമത്തെ അവിടെ വരുമല്ലോ. 25 എന്ന് പറയുന്ന സംഖ്യ വരുമ്പം 25 - 25 വരും. അപ്പോൾ 0 ആവും. 0 ആയിക്കഴിഞ്ഞാൽ അത് ഗുണിക്കുമ്പോൾ എന്ത് വരും? 0 വരും. അത്രയേ ഉള്ളൂ. അടുത്ത 96 5 ടെലിവിഷനും 6 വാഷിംഗ് മെഷീനും കൂടി വില 84,000 രൂപ. 6 ടെലിവിഷനും 5 വാഷിംഗ് മെഷീനും കൂടി വില 81,000 രൂപ എങ്കിൽ ഒരു ടെലിവിഷനും ഒരു വാഷിംഗ് മെഷീനും കൂടി എന്ത് വിലയാകും? അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ പറയുന്നത് 5 ടെലിവിഷനും 6 വാഷിംഗ് മെഷീനും കൂടി രണ്ടിനും കൂടി എത്ര രൂപയെന്നാണ് പറയുന്നത്? 84,000 രൂപയായെന്നാണ് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? 6 ടെലിവിഷനും 5 വാഷിംഗ് മെഷീനും 6 ടെലിവിഷനും 5 വാഷിംഗ് മെഷീനും കൂടി 81,000 രൂപയായെന്ന് പറയുന്നു. കണ്ടുപിടിക്കേണ്ടത് വാഷിംഗ് മെഷീനും ടെലിവിഷൻ്റെയും വിലയാണ്. അതായത് രണ്ടും കൂടെ ഒരുമിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ടെലിവിഷൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ അങ്ങ് കൂട്ടാം. 5 ടെലിവിഷൻ 5 ടി 6 ടി 11 ടി. ഇവിടെയോ 5 ടി 6 ടി 11 W വാഷിംഗ് മെഷീൻ എത്ര കിട്ടും? ഇതും കൂട്ടുമ്പോൾ 5 1,65,000 രൂപ. അപ്പോൾ 11 ടി അധികം 11 W എന്ന് പറയുന്നത് 1,65,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 11 ഇങ്ങ് പുറത്തെടുത്താൽ ടി പ്ലസ് W ഇതല്ലേ 11 ടി പ്ലസ് 11 W എന്ന് പറയുന്നത്. 11 ഇങ്ങ് പുറത്തെടുക്കുന്നു. 11 ഇൻറ്റു ടി പ്ലസ് W എന്ന് പറയുന്നത് 1,65,000 ആണല്ലോ. പേപ്പറത്തോട്ട് എഴുതാം. ഒന്നുകൂടെ എഴുതാം. ഇത് 11 ഇൻറ്റു ടി അധികം W ടെലിവിഷൻ അധികം വാഷിംഗ് മെഷീൻ എത്രയാണ്? 1,65,000. അങ്ങനെയാണെങ്കിൽ ടി പ്ലസ് W എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 1,65,000 ഡിവൈഡ് ബൈ 11 അല്ലേ? അപ്പോൾ ഇതിനെ ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 1 5
15,000 എന്ന് കിട്ടും. T+W ടെലിവിഷൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും കൂടെ ആകെ എത്രയാണ് രൂപയാകുന്നത്? 15,000. ഒരു ടെലിവിഷനും ഒരു വാഷിംഗ് മെഷീൻ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 15,000 രൂപയാണ് ആവുന്നത്. അപ്പോൾ ആൻസർ 15,000. ആൻസർ ഓപ്ഷൻ എ. അടുത്ത കണക്ക് 97. x raised to y is equal to y raised to x. y is equal to 2x എങ്കിൽ എക്സ് വൈയുടെ വില എന്ത്? ചെയ്തു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൈയുടെ വില ഇവിടെ തന്നിട്ടുണ്ട്, 2x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. വൈക്ക് പകരം 2x എന്ന വില കൊടുത്ത് ചെയ്തു നോക്കാം. അപ്പോൾ എക്സ് റേസ് ടു വൈ എന്ന് വൈക്ക് പകരം 2x കൊടുക്കുന്നു സമം 2x റേസ് ടു എക്സ്. വൈക്ക് പകരം 2x കൊടുത്തു. ഇനി എക്സ് റേസ് ടു 2xനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? എക്സ് റേസ് ടു എക്സ് റേസ് ടു 2 എഴുതിക്കൂടെ അങ്ങനെ? ഏത് ഇക്വേഷനാ? എ റേസ് ടു എം റേസ് ടു എൻ ഇസിക്കൽ ടു എ റേസ് ടു എം എൻ. ആ ഇക്വേഷൻ എടുത്ത് അതിവിടെ ഉപയോഗിക്കാം. ഇസിക്കൽ ടു 2x റേസ് ടു എക്സ്. അപ്പോൾ ഈ 2x റേസ് ടു എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങോട്ട് എഴുതാം. 2x റേസ് ടു എക്സിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 റേസ് ടു എക്സ് എന്ന് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് എന്നും എഴുതാം. എഴുതിക്കൂടെ? ഇത് രണ്ടും തുല്യം തന്നെയാണ്. അപ്പോൾ ഈ പവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുണിക്കുന്ന ആയതുകൊണ്ട് പവർ എന്ത് ചെയ്യാം? കൂട്ടാം അല്ലേ? 2x കിട്ടും. അപ്പോൾ ഈ പവറുകളെല്ലാം ഇനി എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു 2x എന്ന് കിട്ടും. പവറുകൾ മാത്രം അല്ല, 2 ഈസിക്കൽ ടു 2x എന്ന് കിട്ടും. ഈ 2x പ്ലസ് എക്സ് 2x അല്ല, 2ഉം 2 അങ്ങ് വെട്ടിക്കളയാം, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ താഴെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടും? എക്സ് റേസ് ടു എക്സ് ഇസിക്കൽ ടു 2 റേസ് ടു എക്സ് എന്ന് കിട്ടി. എക്സ് റേസ് ടു എക്സ് ഇസിക്കൽ ടു 2 റേസ് ടു എക്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെട്ടിക്കളഞ്ഞു. എക്സ് ഇസിക്കൽ ടു 2. എക്സിൻ്റെ വില എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈ എത്രയാണ്? 2x ആണ്. 2 ഗുണം എക്സ് ആണ് വൈ. 2 ഗുണം എക്സിൻ്റെ വില 2 എന്ന് കിട്ടി, 4. അപ്പോൾ വൈ എന്ന് പറയുന്നത് 4. എന്തോ ചോദിച്ചേക്കുന്നത്? എക്സ് വൈ ആണ് ചോദിച്ചേക്കുന്നത്. എക്സ് ഗുണം വൈ, അതായത് 2 ഗുണം 4 എത്രയാ? 8. ആൻസർ 8. ആൻസർ ഓപ്ഷൻ സി ആണ്, 8. മനസ്സിലായോ? അടുത്ത കണക്ക് 98. 2 റേസ് ടു 25ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ചെയ്തു നോക്കാം. 2 റേസ് ടു 25ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 2 റേസ് ടു 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 റേസ് ടു 2 4 ആണ്. 2 റേസ് ടു 3 8 ആണ്. 2 റേസ് ടു 4 16. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. അപ്പം എങ്ങനെയാണ് വരുന്നത്? 2 4 8 6. ഇനി 2 റേസ് ടു 5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര ആയിരിക്കും വരുന്നത്? 2 ആയിരിക്കും. പിന്നീട് 2 റേസ് ടു 6 വരുമ്പോൾ 4 വരും. 2 റേസ് ടു 7 വരുമ്പോൾ 8 വരും, 6 വരും. അങ്ങനെ മാറി മാറി വരും. 2 4 8 6, വീണ്ടും 2 4 8 6, അങ്ങനെ പോകും. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2 4 8 6 എന്നിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? 4 വട്ടമാണ് ഇത് വ്യത്യാസം വരുന്നത് അല്ലേ? 4 പ്രാവശ്യമാണ് വ്യത്യാസം. 2 4
8 6 2 4 8 6 എന്നാണ് വരുന്നത്. 6 8 അല്ല, 8 6 എന്ന രീതിയിലാണ് പോകുന്നത്. 4 പ്രാവശ്യമാണ് മാറി വരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പവർ, അതായത് 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 6 4 24. ശിഷ്ടം 1 ശിഷ്ടം വരുന്നു. 1 ശിഷ്ടം വരുന്നതിനെ 2ൻ്റെ പവറായിട്ട് എഴുതുക. 1 2 എത്രയാണ് വരുന്നത്? 2. അപ്പോൾ ഒറ്റയുടെ 2/25ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2/24ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയായിരിക്കും? 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 4 24. ശിഷ്ടം 0. അങ്ങനെ വരുമ്പോൾ 2ൻ്റെ പവറായിട്ട് 4 എഴുതുക. 0 വരുവാണെങ്കിൽ 2ൻ്റെ പവറായിട്ട് എന്താ എഴുതുക? 4 എഴുതുക. അപ്പോൾ 2ൻ്റെ പവർ 4 ആണെങ്കിൽ എന്തായിരിക്കും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം? 6 ആയിരിക്കും. അപ്പോൾ 2/24ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഇനി വേറൊരു കണക്ക് ചെയ്യാൻ നോക്കാം നമുക്ക്. 2/433. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 സംഖ്യ എടുക്കുക, 33 എടുക്കുക. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33 ഡിവൈഡ് ബൈ 4. 8 32. ശിഷ്ടം 1. അപ്പം 2/1 ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2. 2/1 2. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് 2/2ൻ്റെ പവർ തന്നിട്ട് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണെന്ന് ചോദിച്ചാൽ ചെയ്യുന്നത്. ഇതേപോലെയാണ് 7ൻ്റെ. അപ്പോൾ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് വന്നായിരുന്നു, ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? 25ൻ്റെ 2/25ൻ്റെ പവർ 2. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 2. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത 99. 1 കിലോമീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 1 കിലോമീറ്റർ നീളമുള്ള ഒരു പാലത്തിലൂടെ കടന്നു പോകുന്നു. തീവണ്ടി പൂർണ്ണമായും പാലം കടന്നു പോകുന്നതിന് എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? 1 കിലോമീറ്റർ നീളമാണ് ട്രെയിനിന്, 1 കിലോമീറ്റർ നീളം പാലത്തിന്. പാലം കടന്നു പോകുന്നതിന് ട്രെയിനിൻ്റെ നീളവും കടക്കണം, പാലത്തിൻ്റെ നീളവും കടക്കണം. ട്രെയിനിൻ്റെ നീളം 1, പാലത്തിൻ്റെ നീളം 1, രണ്ടും കൂടെ കൂട്ടുക 2. ആൻസർ 2 ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 2/1 അധികം 3/1 അധികം 6/1ൻ്റെ വില എത്ര? അത് ചെയ്തു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 3 ഭിന്നസംഖ്യകൾ കൂട്ടാനാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇത് ചെയ്ത് നോക്കാം. ഇത്രയും ചെയ്യാം. ഇതിപ്പം ഇവിടെ ഗുണിക്കുമ്പോൾ 6 കിട്ടും. അപ്പോൾ 6 ഇവിടെ 6 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതാദ്യം ചെയ്ത് നോക്കാം. 2/1 അധികം 3/1. എങ്ങനെയാണ് നമ്മൾ ഇത് കൂട്ടുന്നത്? ഭിന്നസംഖ്യകളെ കൂട്ടുന്നത്? ഇത് രണ്ടും കൂടെ ഗുണിക്കുക. അത് ആദ്യം ഇവിടെ എടുത്ത് എഴുതുക. പിന്നീട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഈ നടുക്ക് കിടക്കുന്ന ചിഹ്നം അതുപോലെ എഴുതുക. 3 × 1 3 അധികം 2 × 1 2 = 5. 6ൽ 5 എന്ന് കിട്ടി. 6ൽ 5. അപ്പോൾ ഇത്രയും ഭാഗം കിട്ടി. 2/1 അധികം 3/1 6ൽ 5 എന്ന് കിട്ടി. അധികം 6ൽ 1 അല്ലേ? അപ്പോൾ ഛേദം രണ്ടും 1 ആണ്, 6 തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. അംശത്തിനെ 2നെയും കൂട്ടിയാൽ മതി. അംശം 2 അങ്ങ് കൂട്ടിയാൽ മതി. 5 അധികം 1 6 ഇവിടെ എഴുതുക. 5 അധികം 1 6. 6ൽ 6 1. അപ്പോൾ ആൻസർ 1 ആണ്. ആൻസർ ഓപ്ഷൻ ബി 1.
അപ്പോൾ ഇതല്ലാതെ വേറൊരു രീതിയും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഛേദങ്ങളുടെ എല്ലാം ലസാഗു എടുക്കണം. അതായത് 2, 3, 6 ഇതിൻ്റെ ലസാഗു. അപ്പോൾ ഇതിൽ 3 കൂടെ അങ്ങ് ഗുണിച്ചാൽ മതി. കോമൺ ആയിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ 2 കൊണ്ടായാലും 1, 3, 3 18 എന്ന് കിട്ടി. 3 ഗുണം 3 9, 9 18. ഇനി ഈ 18നെ 2 കൊണ്ട് ഭാഗിക്കുക. എത്ര കിട്ടും? 9 കിട്ടും. ആ കിട്ടുന്ന 9നെ 18നെ 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 9 കിട്ടും. ആ കിട്ടുന്ന 9നെ 1 കൊണ്ട് ഗുണിക്കുക. ഈ 1 കൊണ്ട് ഗുണിക്കുക. അപ്പം 9 അധികം ഈ 18നെ 3 കൊണ്ട് ഭാഗിക്കുക. 6 കിട്ടും. 6 ഗുണം ഈ 1 6 അധികം 6നെയും 18നെയും ഭാഗിക്കുക. അപ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 3 ഗുണം 1 3. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ആ 3നെ ഈ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 1. അപ്പോൾ 3 ഗുണം 1. അപ്പോൾ 9 6 9 അധികം 6 അധികം 3 എന്ന് കിട്ടി. 18 അതുപോലെ എഴുതുക. അപ്പോൾ എത്ര കിട്ടും? 18 കിട്ടും. 9 അധികം 6 അധികം 3 18 1. ആൻസർ 1 കിട്ടി. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ 3 ഭിന്നസംഖ്യകളാവുമ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ 2 സെറ്റ് വീതം ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തു പോവാം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ആൻസർ 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം നോക്കി വെച്ചേക്കുക. അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.